ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ ജീവിക്കുന്ന നാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഭൂമുഖത്ത് നിന്നില്ലാതായാലോ. 60 വർഷമായി ഇവിടെ ഒരു തീവണ്ടി വന്നിട്ടില്ല. 60 വർഷമായി ഇവിടെ ഒരു കത്തുപോലും ആർക്കും കൊടുത്തിട്ടില്ല. 60 വർഷമായി ഇവിടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ആരും കേട്ടിട്ടില്ല. ഇതൊരു ഹോളിവുഡ് സിനിമയിലെ പ്രേതാലയമല്ല, നമ്മുടെ ഇന്ത്യയിലെ ഒരു യഥാർത്ഥ സ്ഥലമാണ്. ഇന്ത്യയുടെ അവസാന ബിന്ദു, ധനുഷ്കോടി. ഒരു കാലത്ത് ആയിരങ്ങൾ ചിരിച്ചു കളിച്ച് ജീവിച്ച ഒരു ചെറിയ സ്വർഗം. പക്ഷേ 1964 ഡിസംബർ 22 ആ കറുത്ത രാത്രിയിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഈ പട്ടണത്തെ കടൽ പൂർണ്ണമായും വിഴുങ്ങി. ആ രാത്രി ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇതാ അധികമാരും പറയാത്ത ധനുഷ്കോടിയുടെ കഥ. 1964 ധനുഷ്കോടി ഒരു സാധാരണ ഗ്രാമമായിരുന്നില്ല. സ്വർണ്ണഖനി പോലെ കഴച്ചു വളർന്ന ഒരു പട്ടണമായിരുന്നു അത്. ചെന്നൈയിൽ നിന്ന് നേരിട്ട് ട്രെയിനുകൾ വരുന്ന റെയിൽവേ സ്റ്റേഷൻ, ശ്രീലങ്കയിലേക്ക് ചരക്കുകൾ പോകുന്ന കസ്റ്റംസ് ഓഫീസ്, ഞായറാഴ്ചകളിൽ പ്രാർത്ഥന കൊണ്ട് നിറയുന്ന ദേവാലയം, കുട്ടികളുടെ ചിരി മുഴങ്ങുന്ന വിദ്യാലയം. വെറുമൊരു ബോട്ട് യാത്രയുടെ ദൂരത്തിൽ ശ്രീലങ്ക അക്കരെ കാണാമായിരുന്നു. മുക്കുവർ, കച്ചവടക്കാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, തീർത്ഥാടകർ, ഏകദേശം 2000-ഓളം ആളുകൾ അവിടെ ജീവിച്ചിരുന്നു. ആ ഡിസംബറിൽ അവിടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. പള്ളിയിൽ നക്ഷത്രങ്ങൾ തൂക്കിയിരുന്നു, കടകളിൽ വലിയ ആൾക്കൂട്ടം. പക്ഷേ ആ ജനങ്ങൾക്കറിയില്ലായിരുന്നു, അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടക്കുന്നത് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കത്തിലേക്കാണ് എന്ന്. ഡിസംബർ 22, 1964, ഒരു ശനിയാഴ്ച. ബംഗാൾ ഉൾക്കടലിൽ ദിവസങ്ങൾ മുൻപേ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും നൽകി. പക്ഷേ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ ഇൻ്റർനെറ്റോ ഇല്ലാത്ത ആ കാലത്ത് ആ മുന്നറിയിപ്പ് ധനുഷ്കോടിയിലെ ജനങ്ങളിൽ ശരിയായി എത്തിയില്ല. വൈകുന്നേരമായപ്പോഴേക്കും ആകാശം ഇരുണ്ടു. കടൽ ശോഭിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി കൂടി. എങ്കിലും ആളുകൾ ഭയന്നില്ല. കടലിൻ്റെ മക്കളാണവർ. കൊടുങ്കാറ്റ് അവർക്ക് പുത്തരിയല്ല. ഇതും കടന്നു പോകും എന്നവർ കരുതി. പക്ഷേ വരാനിരിക്കുന്നത് ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു മഹാദുരന്തമായിരുന്നു. അന്ന് രാത്രി പാമ്പനിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് ഒരു പാസഞ്ചർ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. ട്രെയിൻ നമ്പർ 653. ആ ട്രെയിനിൽ 115 യാത്രക്കാരുണ്ടായിരുന്നു. തീർത്ഥാടകർ, ഉദ്യോഗസ്ഥർ, സ്കൂൾ കുട്ടികൾ, കുടുംബങ്ങൾ. പാമ്പൻ പാലം കടക്കുമ്പോൾ ഇരുവശത്തും കടൽ അലറുകയായിരുന്നു. അപകടം മണത്ത ട്രെയിൻ ഡ്രൈവർ സോമസുന്ദരം ട്രെയിനിൻ്റെ വേഗത കുറച്ചു. ധനുഷ്കോടി സ്റ്റേഷനിലെത്താൻ വെറും ഏതാനും കിലോമീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ ഇരുട്ടിൽ നിന്ന് ആ ഭീകരൻ പാഞ്ഞടുത്തു. 30 അടി ഉയരത്തിലുള്ള ഒരു ഭീമൻ തിരമാല. ഒരൊറ്റ ആഞ്ഞടിക്കലിൽ ആ ട്രെയിൻ മൊത്തമായി കടലിലേക്ക് മറിഞ്ഞു. 115 ജീവനുകൾ. അതിലൊരൊറ്റ മനുഷ്യൻ പോലും ബാക്കിയായില്ല. ആ ട്രെയിനിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ആ കടൽക്കരയിലുണ്ട്. തുരുമ്പിച്ച ഇരുമ്പും മണ്ണിൽ പുതഞ്ഞ ബോഗികളും. 115 ജീവനുകളുടെ തീരാത്ത നിലവിളിയായി. രാത്രി 11 മണി. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ ആ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയിൽ പൂർണ്ണ ശക്തിയോടെ ആഞ്ഞടിച്ചു. ആ ചെറിയ കരയുടെ ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ, മറുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം. 2 കടലുകളും ഒരേ സമയം കരയിലേക്ക് പാഞ്ഞു കയറി. ആദ്യം വീടുകൾ ഒലിച്ചുപോയി. പള്ളിയുടെ മേൽക്കൂര പറന്നുപോയി. റെയിൽവേ സ്റ്റേഷൻ്റെ മതിലുകൾ തകർന്നു. ആശുപത്രി നിലം പൊത്തി. ജീവൻ രക്ഷിക്കാൻ ആളുകൾ ഇരുട്ടിലൂടെ ഓടി. മരങ്ങളിൽ പിടിച്ചു. മരങ്ങളും ഒലിച്ചുപോയി. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തോടി. ഒരു വൃദ്ധൻ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ഒരൊറ്റ രാത്രിയിൽ 1800-ലധികം ആളുകളാണ് അവിടെ മരിച്ചു വീണത്. പലരുടെയും ശരീരങ്ങൾ ഇന്നുവരെ കണ്ടുകിട്ടിയിട്ടില്ല. കടൽ അവരെ എന്നേക്കുമായി സ്വന്തമാക്കി. ഡിസംബർ 23, പ്രഭാതം. കൊടുങ്കാറ്റടങ്ങി. സൂര്യനുദിച്ചു. പക്ഷേ ആ വെളിച്ചം ചെന്നു വീണത് ജീവൻ്റെ യാതൊരു തുടിപ്പുമില്ലാത്ത ഒരു ശവപ്പറമ്പിലേക്കാണ്. പള്ളിയുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ ആളുകളില്ല.
റെയിൽവേ സ്റ്റേഷനുണ്ട്, പക്ഷെ കാത്തു നിൽക്കാൻ യാത്രികരില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് സ്വർഗം പോലൊരു പട്ടണം ഒരു ഗോസ്റ്റ് ടൗണായി മാറി. രക്ഷാപ്രവർത്തകരെത്തി മണലിൽ പുതഞ്ഞ ഉടലുകൾ കണ്ടെടുത്തു. ഉറ്റവരെ തിരയുന്നവരുടെ കരച്ചിൽ. ആ കടൽ ഇന്നും അത് ഓർക്കുന്നുണ്ടാകും. ദുരന്തത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ധനുഷ്കോടി അൺഫിറ്റ് ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ, അതായത് മനുഷ്യർക്ക് ജീവിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലം. ആ ഉത്തരവ് ഇന്നുമുണ്ട്. അതായത് ഇന്നും ആ ഭൂമിയിൽ നിയമപരമായി ഒരു കെട്ടിടം പണിയാൻ അനുവാദമില്ല, കരണ്ടില്ല, വെള്ളമില്ല. എന്നിട്ടും സ്വന്തമായി ഭൂമിയോ രേഖകളോ ഇല്ലാതെ ഏതാനും ചില മുക്കുവർ താൽക്കാലിക കുടിലുകളിൽ ഈ തകർന്നടിഞ്ഞ മതിലുകൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാവുന്ന ഒരു തീരത്ത്. ഇന്ന് ധനുഷ്കോടിയിൽ പോയാൽ ആർക്കും ഒരു വല്ലാത്ത ഭാരം തോന്നും. ആ പള്ളിയുടെ ചുവരുകൾക്കിടയിലൂടെ ഇന്ന് കടൽക്കാറ്റു മാത്രമാണ് സഞ്ചരിക്കുന്നത്. പാതി മുങ്ങിയ ആ ട്രെയിൻ ബോഗികൾ ഒരു സ്മാരകം പോലെ അവിടെ തന്നെയുണ്ട്. പകൽ വരുന്ന വിനോദസഞ്ചാരികൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവിടുന്ന് തിരികെ പോകും. രാത്രിയിൽ അവിടെ ആർക്കും പ്രവേശനമില്ല. കാരണം ആ ഇരുട്ടിൽ, ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ഇന്നും എന്തോ ഒരു സാന്നിധ്യമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. 1800 ജീവനുകളുടെ ഓർമ്മകൾ അവിടെ ഉറങ്ങാതെ കിടപ്പുണ്ട്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വെറും 18 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഉപഗ്രഹ ചിത്രങ്ങളിൽ നോക്കിയാൽ കടലിനടിയിലൂടെ ഒരു പാലം പോലെ ചില തുരുത്തുകൾ കാണാം. ഇതാണ് ആദം സേതു അഥവാ രാമസേതു. ഹിന്ദു വിശ്വാസപ്രകാരം ഭഗവാൻ രാമൻ ലങ്കയിലേക്ക് വാനരസേനയ്ക്കൊപ്പം പാലം പണിതത് ഇവിടെ നിന്നാണ്. ധനുഷ് എന്നാൽ വില്ല്, കോടി എന്നാൽ അഗ്രം. രാമൻ്റെ വില്ലിൻ്റെ അഗ്രം, ആ പേരാണ് ഇന്നും ഈ ഭൂമി വഹിക്കുന്നത്. ഒരു കാലത്ത് ദൈവം ഒരു പാലം പണിത അതേയിടത്ത് 1964 കടൽ ഒരു പട്ടണത്തെ വിഴുങ്ങി. ആ ഭൂമിക്കൊരു അദൃശ്യ ശക്തിയുണ്ട്. ഒരൊറ്റ രാത്രി ഒരു മുഴുവൻ ലോകവും ഇല്ലാതായി. 1800 ജീവനുകൾ, 115 യാത്രക്കാർ, ഒരു തീവണ്ടി, ഒരു നാട്. ഇന്നവിടെ ബാക്കിയുള്ളത് ഒരിക്കലും ആളൊഴിയാത്ത ഒരു നിശബ്ദത മാത്രമാണ്. ഒരു ദൈവം ഇവിടെ ഒരിക്കൽ നിന്നു, ഒരു കടൽ ഇവിടെ ഒരിക്കൽ എല്ലാം കവർന്നു. ധനുഷ്കോടി അതൊരിക്കലും മറക്കില്ല. ഈ ചരിത്രം നിങ്ങളിൽ ഒരു ചെറിയ നൊമ്പരമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ യഥാർത്ഥ സംഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.